ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എയർലൈൻ സ്കേർട്ട് വിത്ത് ഫ്രില്ലോട് കൂടിയാണ്. ഒരു വെറൈറ്റി സ്കേർട്ടാണ് കേട്ടോ. നല്ല രസമുള്ളതാണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്കേർട്ട്. ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഇതിന് നമ്മൾ ആദ്യമേ തന്നെ ഫോൾഡിങ്ങോട് കൂടി ഏറ്റവും അറ്റം രണ്ട് വശം ഒരുമിച്ച് മടക്കിയെടുത്തു. എന്നിട്ട് സെൻറ്ററിൽ ഫോൾഡ് ചെയ്ത് ഇതായിട്ടു, ഇങ്ങനെ ഇട്ടു. അതിനുശേഷം നമുക്ക് വേണ്ട ലെങ്താണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്ക് സ്കേർട്ട് പോർഷൻ്റെ പ്ലീറ്റ്സ് വരുന്നത് വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. അപ്പോൾ നമ്മൾ 22 ഇഞ്ചിനകത്ത് നമ്മുടെ പടിയും കൂടി വരുന്നുണ്ട്, 1 ഇഞ്ച് പടി വരുന്നുണ്ട്. അപ്പോൾ 22-ൽ 1 ഇഞ്ച് പടി പോകുമ്പോഴത്തേക്കും പിന്നെ 21. പക്ഷേ തയ്യൽ തുമ്പ് മുകളിലും താഴെയും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അര ഇഞ്ച് മുകളിലും താഴെ ആവുമ്പോൾ വീണ്ടും 22 തന്നെ നമുക്ക് സ്കേർട്ട് പോർഷൻ ഫസ്റ്റ് ആ ഒരു ലെയർ, ഈ ഒരു ലെയർ വേണ്ടി വരും. ഓക്കെ, മുകളിൽ നിന്ന് നമ്മൾ 22 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴെ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ഇഞ്ച്, 1 ഇഞ്ചല്ല, ഒരു 3/4 ഇഞ്ച് കർവ് ചെയ്താണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് വേസ്റ്റിന്റെ വണ്ണം വരേണ്ടത് 8 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. പ്ലസ് 2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും കൂടി വേണം. ഈ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് അതേ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ മാക്സിമം പ്ലെയറിൽ എടുക്കുകയാണ്. താഴെവശം നമ്മൾ കർവ് ചെയ്ത് വരയ്ക്കാനായിട്ട് 3/4 ഇഞ്ച് കയറ്റിയായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു പോർഷൻ ഇതുപോലെ ഈ സ്കെയിലിൻ്റെ ഇങ്ങേയറ്റം, കർവ് സ്കെയിലിൻ്റെ വണ്ണം കുറവുള്ള വശം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ മെയിൻ മുകളിലത്തെ പോർഷനായി. ഇനി നമുക്ക് താഴത്തേക്ക് ഉള്ള പ്ലീറ്റഡ് പോർഷനിൽ നെറ്റ് മാത്രമേ ഉള്ളൂ, ലൈനിങ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ നല്ല പീസ് നെറ്റ് 2 ഫോൾഡിങ്ങിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ലൈനിങ് വെച്ചിട്ട് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ ലൈനിങ്ങും നല്ല പീസും ഒരേ അളവിലാണ് കട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇറക്കി ഇടുന്നൊന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നെറ്റ് പീസ് ഒരു ഇത്തിരി ലെങ്ത് കൂട്ടിയെടുക്കും, നല്ല ഉള്ളിലത്തെ ലൈനിങ് കയറ്റിയിരിക്കും. പക്ഷെ ഇത് സ്കേർട്ട് പോർഷൻ്റെ അടിവശത്ത് ഒരേപോലെ ജോയിന്റ് ചെയ്യേണ്ടതായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ, മുകളിലത്തെ പോർഷൻ വരുന്ന ഭാഗം നമ്മൾ ഫുള്ളോടെ ഈ ഒരു അതേ നെറ്റ് ലൈനിങ്ങിൻ്റെ അളവിൽ തന്നെ നമ്മൾ നെറ്റും കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതായപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷനും 2 പീസ് കട്ട് ചെയ്തെടുത്തു, ലൈനിങ്ങിൻ്റെ അതുപോലെ തന്നെ. നമ്മൾ പടിയുടെ പോർഷൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാലൻസ് പോർഷൻ്റെ അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഫോൾഡിങ്ങിൽ ഇരിക്കുകയാണല്ലോ ഈ ഒരു പീസ്, അതിനെ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി മടക്കുക. നമുക്ക് പടിയുടെ വിട്ട് വേണ്ടത് 1.5 ഇഞ്ചാണ്, 1.5 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് നമുക്ക് 2 ഇഞ്ചാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ വേസ്റ്റിൻ്റെ ലെങ്ത് നമ്മൾ മുകളിൽ 4 മടക്കിയപ്പം 8 ഇഞ്ചാണ് എടുത്തത്. ഇതിപ്പോൾ നമ്മൾ ഒറ്റ ഫോൾഡിങ്ങിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ 8ൻ്റെ ഇരട്ടി 16 വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ 16 ഇഞ്ച് എടുക്കുക. എന്നിട്ടിത് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ വടി കട്ട് ചെയ്തെടുത്തു. ഇത് ഫ്രണ്ടും ബാക്കും പോർഷന് വേണ്ടി ഒരുമിച്ചുള്ളതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതേ അളവിൽ തന്നെ നമ്മൾ നെറ്റിൻ്റെ പീസും കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ നെറ്റും ലൈനിങ്ങിൻ്റെ പീസിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഏറ്റവും അടിവശത്തുള്ള ലെയർ നമ്മൾ 4 ഇഞ്ചിലാണ് നമുക്ക് വേണ്ടത്. പ്ലസ് ഒരു 1/2 ഇഞ്ച്
സ്റ്റിച്ചിങ് അലവൻസുമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റം വശം, നെറ്റിൻ്റെ ഒരു അറ്റം വശം നമ്മൾ മാക്സിമം ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം ഇവിടെ ഒരു ഫോൾഡ് വന്നു, പിന്നെ ഇതാ ഇവിടെ അടുത്ത ഫോൾഡ് വന്നു, ഒന്നുകൂടി വേണമെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ മെഷർ ചെയ്ത് എത്രയാണോ നമുക്ക് വേണ്ട ലെങ്ത് അത് നമ്മൾ എടുക്കുക. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ട ആ ഒരു ലെങ്ത്തിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. 4.5 ഇപ്പോൾ നമുക്ക് വേണ്ടത്, 4 ഇഞ്ചാണ് വേണ്ടത്, പ്ലസ് 1/2 ഇഞ്ച് കൂടി നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. 4.5. അങ്ങനെ നമ്മൾ 4 പീസുകളാണ് എടുക്കുന്നത്. 4.5യുടെ 4 പീസുകൾ. ഇപ്പം നമ്മൾ 4 പീസുകളായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മളിത് കട്ട് ചെയ്ത് നമ്മൾ നീളത്തിൽ ഫോൾഡ് ചെയ്യാണ്ട് ഓരോ പീസും കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ് കറക്റ്റ് ആ ഒരു ലെവലിൽ കിട്ടാൻ. പക്ഷേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് കട്ട് ചെയ്യുകയും ചെയ്യാം, നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മൾ 4 പീസ് കട്ട് ചെയ്തെടുത്തു. 2 എണ്ണം ഫ്രണ്ടിലേക്കും 2 എണ്ണം ബാക്കിലേക്കും വരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഇപ്പം നമ്മുടെ കട്ടിങ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കുകയാണ്. ലൈനിങ് പീസ് ഇപ്പം നമ്മൾ നെറ്റ് പീസുമായിട്ട് എല്ലാ സൈഡും ജോയിൻ ചെയ്ത് വെച്ചു. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ട് നമുക്ക്. നമ്മൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തപ്പോഴത്തേക്കും പടി നമ്മൾ 1 ഇഞ്ച് എന്ന് വെച്ചിട്ടാണ് മെഷർമെൻറ്റ് എടുത്തിരുന്നത്. നമ്മളത് 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒരു 1 ഇഞ്ച് ഇവിടെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ലെങ്ത് നമുക്ക് അത്ര ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളത് 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് 8 ഇഞ്ചാണല്ലോ നമ്മുടെ വൈഡ് വേണ്ടത്, വേസ്റ്റിൻ്റെ വണ്ണം. അപ്പോൾ അവിടുന്ന് നമുക്കിതിനൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കിപ്പോൾ കിട്ടുന്നത് 21.5 ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പുറത്തെ സൈഡിലും നമുക്ക് 21.5 മതി. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗം ഇത്തിരി കൂടുതലുണ്ട്, അപ്പോൾ ഈ ഒരു വശം നമുക്കൊന്ന് കർവ് ചെയ്ത് തന്നെ കൊടുക്കാം. പോർഷനൊക്കെ നമ്മളിപ്പോൾ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ താഴത്തെ ലെയറിലേക്കുള്ളത് 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് ജോയിൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇപ്പം നമ്മൾ കണ്ണി അകലത്തിൽ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി അത് നമ്മൾ ഇങ്ങനെ ഇത് പിടിച്ച് ഒരു ലൈൻ എടുത്തിട്ട് ഇതുപോലെ വലിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിൽസായിട്ട് വന്നോളൂ. ഫ്രില്ലിട്ട് ഇപ്പം എടുത്തു. ഇതുപോലെ 1 സൈഡ് പ്ലീറ്റ്സ് ഇട്ട് റെഡിയാക്കി എടുത്തു. ഇത് 1 സൈഡാണ് സ്കേർട്ടിൻ്റെ. ആ ഒരു പോർഷനിലേക്ക് നമ്മളിത് കറക്റ്റ് അളവിൽ ഫ്രില്ലിട്ടെടുത്തു. എന്നിട്ട് ഇനി നമ്മളിത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക. എന്നിട്ട് ഇതിനെ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ, ആ തയ്യൽ തുമ്പ് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് അത് ലോക്ക് ചെയ്തതിന് ശേഷം ആ തയ്യൽ തുമ്പ് ഇതിലേക്ക് ജസ്റ്റ് ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്തേക്ക് പതിച്ചടിച്ച് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ഫുള്ളോടെ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്, മറ്റേ സൈഡിൽ നമ്മൾ
കൺസീൽഡ് സിപ്പ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കറക്റ്റ് വേസ്റ്റ് വിട്ട് എത്രയാണ് നമുക്ക് വേണ്ടത്, നമ്മൾ 8 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു 8 ഇഞ്ച് അളവിൽ ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് താഴത്തേക്ക് മാക്സിമം ഫ്ലെയറിലേക്ക് കിട്ടുന്ന പോലെ ഇതങ്ങോട്ട് ജോയിൻ ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു സൈഡ് നമ്മൾ ഫുള്ളോടെ സ്റ്റിച്ച് ചെയ്യുക. അപ്പുറത്തെ സൈഡിൽ ഈ ഒരളവ് വരുന്ന വശത്ത് വെച്ച് നമ്മൾ സിപ്പ് മുകളിൽ വെച്ച് കൊടുക്കുക വേണ്ട ലെങ്ത്തിൽ. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം ജോയിൻ ചെയ്തെടുക്കുക. ഓക്കെ, സിബ് വയ്ക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് സിബ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ സ്കേർട്ട് പോർഷൻ ഈ ഒരു സൈഡ് ഫുള്ളോടെ ജോയിൻ ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ സിബ് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഈ മുകളിലേക്കുള്ള പടിയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ അറ്റം വശം നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് വേണം ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം നമ്മളിതിനെ പടിയായിട്ട് മടക്കിയെടുത്ത് ഇപ്പുറത്തെ തയ്യൽ തുമ്പിൻ്റെ വശം മടക്കി ഉള്ളിലേക്ക് വെച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് കഴിഞ്ഞു. സ്കേർട്ടിൻ്റെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള സ്കേർട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇട്ടഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കുഞ്ഞു കുട്ടികൾക്കാണേലും വലിയ കുട്ടികൾക്കാണേലും നല്ല രസമുണ്ട്. നെറ്റിൻ്റെ ആയതുകൊണ്ട് അടിവശം ഇതുപോലെ നിറയെ ഫ്രിൽ ആയിട്ട് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്